വിഷൻ ഇമ്പാക്ട് ഉപ്പുതറ കാക്കത്തോട്ടിലെ കാട്ടാന ശല്യത്തിന് ഉടൻ പരിഹാരം കാണുമെന്ന് കോട്ടയം DFO N രാജേഷ്. ആനയെ ഉൾക്കാട്ടിൽ കയറ്റിവിടാൻ 12-അംഗ RRT സംഘത്തെ നിയോഗിച്ചു. റേഞ്ച് ഓഫീസർ KV രതീഷിന്റെ നേതൃത്വത്തിലാണ് കാട്ടാനയെ ഉൾക്കാട്ടിൽ കയറ്റിവിടാൻ നടപടി ആരംഭിച്ചത്. കാക്കത്തോട്ടെ കാട്ടാന ശല്യം സംബന്ധിച്ച് കഴിഞ്ഞ ദിവസം സിറ്റി വിഷൻ വാർത്ത പുറത്തുവിട്ടിരുന്നു. ഇതിന് പിന്നാലെ വനംവകുപ്പിന്റെ അടിയന്തര ഇടപെടൽ. കഴിഞ്ഞ ഒരാഴ്ചക്കാലമായി കാക്കത്തോട് മേഖലയിൽ കാട്ടാനകൾ ജനവാസ മേഖലയിൽ തുടരുന്ന സാഹചര്യമാണ്. കഴിഞ്ഞ രാത്രിയിലും കാട്ടാന ഇറങ്ങി കൃഷി നശിപ്പിച്ചിരുന്നു. ഇതിനെതിരെ പ്രതിഷേധമുയരുകയും ഒപ്പം കർഷകരുടെ ദുരിത ജീവിതം സിറ്റി വിഷൻ പുറത്തുവിടുകയും ചെയ്തിരുന്നു. പിന്നാലെയാണ് ആനയെ കാട് കയറ്റുന്നതിനുള്ള നടപടിയുമായി വനം വകുപ്പ് എത്തിയത്. ആനയെ കാട് കയറ്റുന്നതിന് 12 പേരടങ്ങുന്ന RRT സംഘത്തെ നിയോഗിച്ചു. ആനയെ കണ്ടെത്തി ഉൾവനത്തിലേക്ക് തുരത്തുകയാണ് ലക്ഷ്യം. നിലവിൽ കാക്കത്തോട്ടിലെ പണി തീർന്ന ഹാങ്ങിങ് ഫെൻസിംഗ് അടുത്ത ബുധനാഴ്ചയ്ക്കുള്ളിൽ ചാർജ് ചെയ്യും. ബാക്കി 6 കിലോമീറ്റർ ദൂരം മറ്റൊരു കരാറുകാരനാണ് നിർമ്മിക്കുന്നത്. ഇതും വേഗത്തിലാക്കാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ടെന്ന് DFO പറഞ്ഞു. ഇവിടെ ഇപ്പോൾ നമ്മുടെ ഈ കാക്കത്തോട് ഭാഗത്ത് കുറച്ച് ദിവസമായിട്ട് ഒരു മോഴയാനയാണ് ഇവിടെ സ്ഥിരമായിട്ട് ശല്യം ഉണ്ടാക്കി വരുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു ശല്യം കുറച്ച് കൂടുതലുണ്ട് ഇവിടെ. ഈ ഭാഗത്ത് ജീവനക്കാരത് നല്ല രീതിയിൽ ശ്രദ്ധിക്കുന്നുണ്ട്. അവർ തിരിച്ചതിനെ കയറ്റിവിടുന്നുണ്ട്. പക്ഷെ എന്നാലും ചില സ്ഥലങ്ങളിൽ ഇറങ്ങി വരുന്നുണ്ട്. ഇവിടെ ഇപ്പോൾ പ്രധാനമായിട്ട് നമുക്ക് 2 ഫെൻസിങ് തീരാനുണ്ട്. ഒരു 2 കിലോമീറ്ററുള്ള ഒരു ഫെൻസിങ്, പിന്നെ ഒരു 6 കിലോമീറ്ററിൻ്റെയാണ് തീരാനുള്ളത്. അപ്പോൾ അത് നമ്മുടെ ഹാങ്ങിങ് സോളാർ ഫെൻസിംഗ് ആണ്. ഇപ്പോൾ പുതിയ രീതിയിലുള്ള ഹാങ്ങിങ് സോളാർ ഫെൻസിംഗ് ആണ് അതിനകത്ത് വരുന്നത്. അപ്പോൾ ആ ഹാങ്ങിങ് സോളാർ ഫെൻസിങ്ങിൻ്റെ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഫെൻസിംഗ് പൂർത്തിയാകും വരെ RRT സംഘം ഇവിടെ തുടരും. കൂടാതെ പ്രാദേശിക വാച്ചർമാരെ നിരീക്ഷണത്തിനായി ഏർപ്പെടുത്തും. നാട്ടുകാരുടെ സഹായത്തോടെ രാത്രിയിലും കാട്ടാന പ്രതിരോധം തുടരും. RRT സംഘം 4 കിലോമീറ്റർ ദൂരം പോയിട്ടും ഇന്ന് കാട്ടാനയെ കണ്ടെത്തുവാൻ കഴിഞ്ഞില്ല. തിരച്ചിൽ തുടരുകയാണ്. അടുത്ത ബുധനാഴ്ചയ്ക്കുള്ളിൽ കാക്കത്തോട്ടിലെ ആനശല്യത്തിന് പരിഹാരമുണ്ടാക്കുമെന്ന ഉറപ്പാണ് വനം വകുപ്പ് നാട്ടുകാർക്ക് നൽകിയിരിക്കുന്നത്. സിറ്റി വിഷൻ, ഉപ്പുതറ.